അതിന് സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഉപയോഗമില്ലാത്ത ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് കോടികൾ ഉണ്ടാക്കിയ ഒരു ബിസിനസ്സുകാരനെ പറ്റി ആണ്. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കുമെന്ന് മലയാളത്തിലൊരു ചൊല്ലുണ്ടല്ലോ. അതിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണിത്. ഈ നാട്ടിലല്ല, ഇനി അമേരിക്കയിലാണ്. പക്ഷേ ആൾ നമ്മുടെ നാട്ടുകാരൻ തന്നെ. 2018 വെറും $3500 ആയി തുടങ്ങിയ ഒരു ബിസിനസ് ഇപ്പോൾ 100 കോടി, അതായത് $1 ബില്യൺ ബിസിനസ്സാക്കി മാറ്റിയ അഭി രമേശ് എന്ന ഇന്ത്യക്കാരൻ്റെ കഥയാണിത്. കൂട്ടത്തിൽ സാധാരണ ഉപയോഗമല്ലെന്ന് കരുതി വലിച്ചെറിയുന്ന ഭക്ഷ്യസാധനങ്ങൾ നശിപ്പിക്കാതെ എങ്ങനെ വിറ്റ് പണം ഉണ്ടാക്കാമെന്ന് കണ്ടെത്തിയ ആളാണ് അഭി രമേശ്. അമേരിക്കയിലെ ഉപഭോക്തൃ സംസ്കാരത്തെപ്പറ്റി ഞാൻ മുമ്പൊരിക്കൽ ഇവിടെ പറഞ്ഞിരുന്നു. അമേരിക്കയിൽ ഉപഭോക്താവാണ് രാജാവ്, വിൽക്കുന്നവനല്ല, നാട്ടിലെ പോലെ. വേണമെങ്കിൽ ഞാൻ പറയുന്ന വിലയ്ക്ക് വാങ്ങിക്കൊണ്ട് പോക്കോ, അല്ലെങ്കിൽ സ്ഥലം കാലിയാക്ക് എന്ന് പറയുന്ന കച്ചവടക്കാരല്ല ഇവിടെയുള്ളത്. ഗുണനിലവാരമുള്ള സാധനങ്ങൾ ധാരാളം കിട്ടാനുള്ളതും ഒന്നിൽ കൂടുതൽ സൂപ്പർ മാർക്കറ്റ് ശൃംഖലകൾ ഒന്നിനൊന്ന് മത്സരിക്കുന്നതും ഇതിനെല്ലാം ഉപരി വാങ്ങിക്കാൻ നമ്മുടെ നാട്ടിലെ പോലെ ആൾക്കാർ ഇല്ലാത്തതും എല്ലാം കാരണമാവാം. എന്നാലും നമ്മൾ പാടുപെട്ടുണ്ടാക്കുന്ന പണത്തിന് നികുതിദായകരുടെ പണം യഥേഷ്ടം ധൂർത്തടിക്കുന്ന മന്ത്രിമാരല്ലാത്തതുകൊണ്ട് ന്യായമായ വിലയ്ക്ക് നല്ല സാധനം കിട്ടണമെന്ന് നാം പ്രതീക്ഷിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങൾ പ്രദർശിപ്പിച്ചു വെച്ചിരിക്കുന്ന രീതി പോലും അനുകരണീയമാണ്. സത്യസന്ധമായി, പേരിൽ മാത്രമല്ല, വിളയിച്ചെടുത്ത ഓർഗാനിക്കും അല്ലാതെയുമുള്ള ഭക്ഷ്യവസ്തുക്കൾ ഓരോന്നിലും അടങ്ങിയിട്ടുള്ള ഭക്ഷ്യ ഘടകങ്ങളുടെ വിവരങ്ങൾ എന്നിവ മാത്രമല്ല, ചില ഇനം മത്സ്യങ്ങൾ ഗർഭിണികളെ പോലെയുള്ളവർക്ക് കഴിക്കാൻ പാടില്ല എന്നിവരെ എഴുതി വച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് മെർക്കുറി കൂടുതലുള്ള മത്സ്യങ്ങൾ കഴിച്ചാൽ ഗർഭിണികൾക്ക് നല്ലതല്ല എന്ന് പറയുന്നു. അതുപോലെ വിൽക്കാൻ വച്ചിരിക്കുന്ന സാധനങ്ങളിൽ ഗുണനിലവാരം കുറഞ്ഞത് ഒന്നും ഉണ്ടാവില്ല. പച്ചക്കറിയും പഴങ്ങളും ആണെങ്കിൽ ഏറ്റവും നല്ലത് ആകർഷകമായ രീതിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടാവും. ആപ്പിളിനിടയിൽ കേടായതോ ചതവ് പറ്റിയതോ ആയ ഒരെണ്ണം പോലും ഉണ്ടാവില്ല. തക്കാളിയൊക്കെ 3, 4 ഉള്ള ഒരു കൊലയായിട്ടാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ആപ്പിൾ തിരഞ്ഞെടുക്കാൻ കടക്കാരൻ്റെ വായിലിരിക്കുന്നത് കേൾക്കുന്നത് അപൂർവമല്ലല്ലോ. ഇപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം ഉയരാം: ഈ വസ്തുക്കൾ ചെടിയിലുണ്ടാകുമ്പോൾ തന്നെ ഇത്ര നല്ല രീതിയിലാണോ? അല്ല എന്ന് തന്നെയാണ് ഉത്തരം. അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഭക്ഷ്യവസ്തുക്കളിൽ 1/3 സൂപ്പർ മാർക്കറ്റുകാർ വാങ്ങാതെ തയ്യാറാകാത്തതാണ് എന്നാണ് അറിഞ്ഞത്. 3/1 ഭക്ഷ്യസാധനങ്ങൾ പാഴാകുകയോ? ഇത് ശ്രദ്ധിച്ച ഒരു വീരൻ, നമ്മുടെ ഭാരതീയൻ തന്നെ, ഇത്തരം ഭക്ഷ്യവസ്തുക്കൾ ശേഖരിച്ച് നല്ല രീതിയിൽ പാക്ക് ചെയ്ത് ആൾക്കാർക്ക് ഓൺലൈനായി വ്യാപാരം നടത്താൻ തുടങ്ങി. ഇവിടെയാണ് തലക്കെട്ടിൽ കണ്ട മിസ്ഫിറ്റ് മാർക്കറ്റ് എന്നതിൻ്റെ ആവിർഭാവം. മിസ്ഫിറ്റ് മാർക്കറ്റുകൾ ചെയ്യുന്നത് കർഷകരിൽ നിന്നും സൂപ്പർ മാർക്കറ്റുകാർ വാങ്ങാൻ തയ്യാറാകാത്ത ഇത്തരം ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് അവയെ ആകർഷകമായ വിലയ്ക്ക് ഉപഭോക്താക്കൾ നേരിട്ടെത്തിക്കുകയാണ് ചെയ്യുന്നത്. ഈ പരിപാടി വഴി ഗണ്യമായ നിലയിൽ ഭക്ഷ്യവിഭവങ്ങൾ നശിക്കാതിരിക്കുകയും ആവശ്യമുള്ളവർക്ക് അവരുടെ ഭക്ഷ്യസാധനങ്ങളുടെ പ്രതിമാസ ബില്ലിൽ നല്ലൊരു കുറവും വരുന്ന രീതിയിൽ ഉപയോഗിക്കാനും കഴിയുന്നുണ്ട്. ഇനി നമുക്ക് അഭി രമേശ് എന്ന ഈ സംരംഭകനെ പറ്റി സംസാരിക്കാം. അഭി രമേശിൻ്റെ മാതാപിതാക്കൾ അയാളുടെ അച്ഛന് 28 വയസ്സായപ്പോൾ ഇന്ത്യയിലുള്ളതെല്ലാം വിറ്റുപെറുക്കി ഒരു പുതിയ ജീവിതം തേടി അമേരിക്കയിലെ അറ്റ്ലാന്റയിലേക്ക് കുടിയേറി പാർത്തതായിരുന്നു. പക്ഷേ കുടുംബം പോറ്റാൻ എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യേണ്ടിയിരുന്നുണ്ട്. അച്ഛന് ബിസിനസ് ഒന്നും ചെയ്യാൻ ആയില്ല. എന്നാൽ അഭിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ബിസിനസ്സിൽ അധികം താല്പര്യമുണ്ടായിരുന്നു. അയാൾ ആദ്യം കുട്ടികൾ ഉപയോഗിച്ച പഴയ പുസ്തകങ്ങൾ വാങ്ങി ചെറിയ ലാഭത്തിന് ആമസോൺ വഴി വിറ്റ് തുടങ്ങി. അധികം താമസിയാതെ അത് പരാജയപ്പെട്ടു. അതിനുശേഷം അയാൾ എഴുതിയ ചില മത്സര പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങി ജയിച്ചപ്പോൾ മത്സര പരീക്ഷയ്ക്ക് പരിശീലനം കൊടുക്കുന്ന ഒരു കോച്ചിങ് പരിപാടി തുടങ്ങിയാൽ എന്താണെന്ന് ആലോചിച്ചു. അതും തുടങ്ങി കുറച്ചുനാൾ നടന്നു. പക്ഷേ പരാജയപ്പെട്ടപ്പോൾ അയാൾ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിരുന്നു. അമേരിക്കയിലെ ഒരു നല്ല ബിസിനസ് സ്കൂളായ വാർട്ടൺ ബിസിനസ് സ്കൂളിൽ അയാൾ പഠിക്കാൻ ചേർന്നു. അവിടെ കോഴ്സ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ 2 വർഷം കഴിഞ്ഞ് അയാൾ കാലിഫോർണിയയിലേക്ക് നീങ്ങി ചില ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങി. അതിനുവേണ്ടി $25,000 എങ്ങനെയൊക്കെയോ കടം വാങ്ങിച്ച് ഒപ്പിച്ചെടുത്തു. ഇത് മുടക്കി 1 അല്ല 3 കമ്പനികൾ അയാൾ തുടങ്ങി. പുരുഷന്മാർക്ക് വേണ്ട സാധനങ്ങൾ വിൽക്കുന്ന ഒന്ന്, സോഷ്യൽ മീഡിയ വിൽപ്പനയ്ക്ക് മറ്റൊന്ന്, ആരോഗ്യ പരിരക്ഷ സംബന്ധിച്ച് മൂന്നാമതൊന്നും. ഒന്നിനു പിറകെ ഒന്നായി ഇത് 3ഉം പരാജയപ്പെടുകയാണുള്ളത്. അങ്ങനെ 5 പ്രാവശ്യം പരാജയപ്പെട്ട ശേഷം അയാൾ തൻ്റെ ബിസിനസ് പഠനം പൂർത്തിയാക്കി തുടർന്നൊരു നിക്ഷേപക കമ്പനിയിൽ ജോലിക്ക് ചേർന്നു. അവിടെ അവസരോചിതമായ നിക്ഷേപം എന്ന വകുപ്പ്, അതായത് ഓപ്പർച്യൂണിസ്റ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരുന്നു അയാൾ ജോലി ചെയ്തത്.
പല പുതിയ സംരംഭകരുമായി ആശയവിനിമയം നടത്താൻ അയാൾക്ക് കഴിഞ്ഞു എന്നത് നേട്ടം മാത്രമേ ഉണ്ടായുള്ളൂ. 11 മാസം കഴിഞ്ഞ് അവിടെ നിന്നും അയാൾ ജോലി മതിയാക്കി. 2014 അയാൾ വീണ്ടും സാൻ ഫ്രാൻസിസ്കോയിലെത്തി. മറ്റു 2 പേരും കൂടി ഒരു കോഡിംഗ് കമ്പനി, സോഫ്റ്റ്വെയർ കമ്പനി തുടങ്ങി. 2 വർഷം കഴിഞ്ഞ് അതും അടച്ചുപൂട്ടി. അയാൾ തിരിച്ച് പെൻസിൽവാനിയയിലെത്തി. ഒരു ദിവസം അയാളും അയാളുടെ പെൺസുഹൃത്തുമായി ആപ്പിൾ തോട്ടത്തിൽ ആപ്പിൾ പറിക്കാൻ പോയി. ഇവിടെ ആപ്പിൾ പോലെയുള്ള പഴങ്ങൾ പറിക്കാൻ ആളെ കിട്ടാത്തതുകൊണ്ട് $10 പോലെ ചെറിയ പ്രവേശന ഫീസ് കൊടുത്ത് തോട്ടത്തിൽ കയറി ഇഷ്ടം പോലെ ആപ്പിൾ നമുക്ക് കഴിക്കാം. ഒരു ചെറിയ ബാഗിൽ കുറച്ച് ആപ്പിൾ വീട്ടിൽ കൊണ്ടുപോവുകയാകാം. അങ്ങനെ ഇവിടെ കർഷകർ പറിച്ച ആപ്പിൾ കുറേ അടുത്തുള്ളവർക്ക് നിസ്സാരമായ വിലയ്ക്ക് വിൽക്കുകയും ബാക്കിയുള്ളവ എറിഞ്ഞു കളയുകയും ചെയ്യുന്നതാണ് അഭിരമേഷ് കണ്ടത്. കാണാനത്ര ഭംഗിയില്ലാത്ത ആപ്പിൾ വാങ്ങാൻ ആളില്ലായിരുന്നു എന്നതുകൊണ്ട് എന്നാൽ ഈ ഭംഗിയില്ലാത്ത ആപ്പിളും മറ്റുള്ളവയെ പോലെ തന്നെ ഭക്ഷ്യയോഗ്യമാണെന്ന് അയാൾക്ക് മനസ്സിലായി. മുമ്പ് പഴയ പുസ്തകം വാങ്ങി വിറ്റതും പുരുഷന്മാരുടെ വസ്തുക്കൾ വിറ്റതും ഉൾപ്പെടെ ഉണ്ടായിരുന്ന അനുഭവം വെച്ച് ഇത്തരം ഭക്ഷ്യവിഭവങ്ങൾ ശേഖരിച്ച് എന്തുകൊണ്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി കുറഞ്ഞ വിലയ്ക്ക് വിറ്റുകൂടാ എന്ന് അയാൾ ചിന്തിച്ചു. അങ്ങനെ ഫിലഡൽഫിയയിലെത്തി അത്തരം കാർഷിക വിഭവങ്ങൾ വാങ്ങി വിൽക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. അയാൾ ആപ്പിൾ പറിക്കാൻ പോയുള്ള മറ്റ് ആപ്പിൾ കർഷകരെയും സമീപിച്ച് അവരുടെ കയ്യിൽ നിന്നും ഇത്തരം ഉപയോഗശൂന്യമായി കളയുന്ന ഉൽപ്പന്നങ്ങൾ നിസ്സാര വിലയ്ക്ക് വാങ്ങാൻ അയാൾ തയ്യാറായി. അയാൾ 5 ക്രെഡിറ്റ് കാർഡ് ഒരേ സമയം വാങ്ങി ആവശ്യമായ പണം കടമായി ഉണ്ടാക്കി. അയാളുടെ ഒരു സുഹൃത്തിൻ്റെ സഹായത്തോടെ ചെറിയ നിക്ഷേപ സഹായം കിട്ടി. ക്രെഡിറ്റ് കാർഡിൽ നിന്നും നിക്ഷേപ നിന്ന പണം കൊണ്ട് എടുത്ത കടം മെല്ലെ മടക്കി കൊടുക്കാൻ കഴിഞ്ഞു. അധികം താമസിയാതെ നിക്ഷേപ സഹായമായി വാങ്ങിയ തുകയും നല്ല ലാഭത്തോടെ തിരിച്ചു കൊടുക്കാൻ അയാൾക്ക് കഴിഞ്ഞു. ചിലവ് കുറയ്ക്കാൻ വേണ്ടി അബി സ്വന്തം വാഹനത്തിൽ ആയിരുന്നു ആദ്യം സാധനങ്ങൾ ആവശ്യക്കാർക്ക് എത്തിച്ചത്. അങ്ങനെ 2018 അവസാനമായപ്പോൾ അഭിരമേഷിൻ്റെ മിസ്ഫിറ്റ് മാർക്കറ്റ് പ്രവർത്തനം തുടങ്ങി. ഒരാഴ്ചയിൽ വെറും $200 ആയിരുന്നു ആദ്യകാലത്തെ കച്ചവടം. ബിസിനസ് വിപുലമാക്കാൻ തൻ്റെ സുഹൃത്തുമായി ബന്ധപ്പെട്ട് ഒരു വെഞ്ചർ മൂലധന സംഘത്തിൽ വെഞ്ചർ ക്യാപിറ്റൽ എഡ്വേർഡുമായി അദ്ദേഹം പരിചയപ്പെട്ടു. അബിയുടെ ബിസിനസ് അറിവും സൗഹൃദം ഉണ്ടാക്കാൻ കഴിയുന്ന വിനയവും അയാൾക്ക് ധാരാളം സമയവും സമ്പത്തും ലാഭിക്കാൻ അവസരമൊരുക്കി. എഡ്വേർഡിൻ്റെ വെഞ്ചർ ക്യാപിറ്റൽ സ്ഥാപനത്തിൽ നിന്ന് $20 ലക്ഷം വരെ ലഭിച്ചു. ഇതുകൊണ്ട് തന്നെ മറ്റ് നിക്ഷേപകരെ അന്വേഷിക്കേണ്ടി വന്നില്ല. അങ്ങനെ അഭിരമേഷിൻ്റെ കമ്പനി വളരെ വേഗം വളർന്നു. കിട്ടിയ പണം കൊണ്ട് ബിസിനസ്സിൻ്റെ എല്ലാ മേഖലയും വികസിപ്പിക്കാൻ കഴിഞ്ഞു അയാൾ. 1 വർഷം കൊണ്ട് തന്നെ 700 ചതുരശ്രടിയുള്ള ഗോഡൗണിൽ നിന്ന് 10,000 ചതുരശ്രടിയുള്ള ഗോഡൗൺ ഉണ്ടാക്കാൻ വരെ കഴിഞ്ഞു. അയാളുടെ സ്ഥിരം ഉപഭോക്താക്കൾ ഓരോ മാസവും ഇരട്ടിയിൽ കൂടുതലായി തുടങ്ങി. ദൂരസ്ഥലങ്ങളിൽ ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കാൻ മറ്റു കമ്പനികളായി യോജിച്ച് പ്രവർത്തിക്കാനും അയാൾക്ക് കഴിഞ്ഞു. അപ്പോഴാണ് കോവിഡ് എന്ന മഹാമാരിയുടെ വരവ്. അബിയുടെ കമ്പനിക്ക് സാധനങ്ങൾ നൽകാൻ കഴിയാത്തതുകൊണ്ട് പല സാധനങ്ങളും വിതരണം 40 ദിവസം വരെ വൈകി. ഗോഡൗൺ ആയതുകൊണ്ട് ആൾക്കാർക്ക് കടയിൽ പോയി സാധനങ്ങൾ വാങ്ങാനും ആയുമായിരുന്നില്ല. 2001 മാർച്ച് ആയപ്പോൾ അബിയുടെ പതിവുകാരുടെ എണ്ണം വളരെ വർദ്ധിച്ചു. കമ്പനി 5 ഇരട്ടി വളർന്നു. $1 ബില്യൺ, അതായത് $100 കോടി മൂല്യത്തിൽ എത്തിച്ചേർന്നു. കഴിഞ്ഞ ഏപ്രിൽ മാസം ആയപ്പോൾ 20-30 കോടിയുടെ പുതിയ നിക്ഷേപ സഹായം കൂട്ടി. അങ്ങനെയാണ് അയാളുടെ കമ്പനി $1 ബില്യൺ കമ്പനി ആയത്. അബിയുടെ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് യൂട്യൂബ് വീഡിയോകളുണ്ട്. അവരുടെ കമ്പനിയുടെ വെബ്സൈറ്റിൽ പോയാൽ അവർ വിതരണം ചെയ്യുന്ന ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ചുണ്ടാക്കാവുന്ന ഭക്ഷ്യവിഭവങ്ങളുടെ നല്ല രീതിയിലുള്ള പാചകവും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്ന ചൊല്ല് അന്വർത്ഥമാക്കുന്നതാണ് അയാളുടെ കഥ. എന്തിന്? നമ്മുടെ നഗരങ്ങളിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യ കൂമ്പാരങ്ങൾ നാട്ടിൽ ഡെങ്കിപ്പനിയും മറ്റും വളർത്തുമ്പോൾ നമ്മുടെ രാജ്യത്തിൽ ഇൻഡോർ എന്ന നഗരത്തിൽ കോർപ്പറേഷൻ ശേഖരിച്ച മാലിന്യം വിറ്റ് പ്രതിമാസം $1.5 കോടി വരുമാനം ഉണ്ടാക്കുന്നുവെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? 10 വർഷം മുമ്പ് ഭാരതത്തിലെ ഏറ്റവും വൃത്തിഹീനമായ നഗരങ്ങളിലൊന്നായിരുന്ന ഇൻഡോർ കഴിഞ്ഞ 5 വർഷം തുടർച്ചയായി ഭാരതത്തിലെ ഏറ്റവും വൃത്തിയുള്ള നഗരമായത് എന്തുകൊണ്ടാണെന്ന് നമ്മുടെ നാട്ടിലെ മന്ത്രിമാർക്കും മേയറമ്മമാർക്കും ഒഴിച്ച് എല്ലാവർക്കും അറിയാം. ഒരു പാവപ്പെട്ട മനുഷ്യൻ അഴുക്ക് വാരാൻ ആമയിഴഞ്ചി തോട്ടിലിറങ്ങി മുങ്ങി മരിച്ചപ്പോൾ 26 കിലോമീറ്റർ നീളമുള്ള ആ തോടിൻ്റെ 100 മീറ്റർ മാത്രം റെയിൽവേ പാളത്തിൻ്റെ താഴെ കൂടെ പോകുന്നത് കൊണ്ട് കുറ്റം റെയിൽവേയുടെ പേരിൽ ചാർത്താൻ അവർക്കൊക്കെ എന്തൊരാവേശമായിരുന്നു. കഷ്ടം കേരളമേ, ലജ്ജിക്കൂ. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഭാവിയിലിടുന്ന വീഡിയോയെ പറ്റിയുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ഇമെയിലായിട്ട് വരെ അറിയിക്കാൻ കഴിയും. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു പൈസ പോലും ചിലവാകുന്നില്ല. അത് യൂട്യൂബർ എന്ന നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രോത്സാഹനം ആയിരിക്കുകയും ചെയ്യും. നന്ദി, നമസ്കാരം.